welcome back to my YouTube channel. സോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് പ്രിയങ്ക? കൊട്ടൂർ എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ. സോ ഇവള് നാളെ US പോവാ. സോ ഷീ വാണ്ടഡ് ടു ഗോ സംവെയർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതൊരു ഡിഫറെൻറ്റ് ഒരു ഡെസ്റ്റിനേഷൻ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് വി കെയിം ഹിയർ. സോ നമ്മൾ ഓൾറെഡി 1 2 3 4 ആനേനെ കണ്ട്. യാ, ഒരു ആനയ്ക്ക് മതം ഇളകി. ശരിക്കും സത്യം. അതെ അതെ ശരിക്കും. പിന്നെ എന്ത്, അമ്മൂനെ കണ്ട്. യാ, ഒരു ആനയുടെ പേര് അമ്മു, ഒരു ആനയുടെ പേര് സോമൻ. ഇല്ല, സോമനെ കണ്ടില്ല. സോമൻ ആണ് ആക്ച്വലി ഏറ്റവും ഓൾഡസ്റ്റ് എലിഫന്റ്, ഇവിടുത്തെ സ്റ്റാർ. ഐ തിങ്ക് ഇറ്റ് ഈസ് 86 years old. അപ്പൊ സോമനെ കണ്ടില്ല. അപ്പൊ നമ്മളിപ്പം സോമനെ കാണാൻ പോവാം. അവിടെ എത്തിയിട്ട് ബാക്കി. സോ നമ്മൾ വന്ന സമയം നല്ല ഉച്ച സമയത്താണ്. ഇറ്റ്സ് ഓൾറെഡി 2 o'clock. നല്ല വെയിലുണ്ട്. അതുകൊണ്ട് അത്ര സുഖമില്ല നടക്കാൻ. ബട്ട് സ്റ്റിൽ ആക്ച്വലി അല്ലേ, നമ്മളിവിടെ ആക്ച്വലി ഒരു 3-4 മണി ഒക്കെ ആ ഒരു സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് എല്ലാം നടന്ന് കാണാൻ പറ്റും. നമ്മളിപ്പോൾ സോമൻ, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും ഓൾഡസ്റ്റ് എലിഫന്റ് ഇൻ ദ വേൾഡ് ആണ്. സോമനെ കാണാൻ പോവാണ്. ഇങ്ങനെ സി, അതാണ് സോമൻ. നമ്മൾ ഈ വഴി ആണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. പേരെന്താ അതിൻ്റെ? രാജ്കുമാർ. എത്ര വയസ്സുണ്ട്? 48. നോക്കൂല, ഉള്ളിൽ നെലിഞ്ഞു പോകും. മുറിക്കുന്നില്ല. This is Soman. സോ ഇവർ പറഞ്ഞു ഇതിൻ്റെ കൊമ്പ് ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇതിന്റെ ഈ കൊമ്പ് മുറിക്കുമ്പോ വേദന എടുക്കില്ല? കൊമ്പ് മുറിക്കുമ്പോ വേദന എടുക്കില്ല? കഴിക്കാൻ പാടായിരിക്കും അല്ലേ? വലിയ കൊമ്പാകുമ്പോ കഴിക്കാൻ പാടാണ്. ഓ ഓക്കെ. എന്താ ഇങ്ങോട്ട് നോക്കി പറ. എന്നാലും പറ കുറച്ച്. No, like Kugyana actually is used to capture all these elephants. What elephants? Like if the wild ones. Like the wild elephants which are creating any problems, especially in Wayanad and all. You must have heard about Arikombu. Yeah. Okay. അപ്പം ഈ കുങ്കി ആനയെന്ന് വെച്ചാൽ ഇപ്പം അങ്ങനെ ഏജ് ഒക്കെ എത്ര ആയിരിക്കും? Is it old elephants? Yeah, experienced elephants which are like 6. Sumo 87. ഓക്കെ, അപ്പോൾ ഒരു 60+ അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ഡിപ്പെൻസ് ആക്ച്വലി. അത് അത്ര എക്സ്പീരിയൻസ് ഉള്ള ആനയൊക്കെ അത് ചെയ്യാൻ കൊടുക്കും. ഓക്കെ, പ്ലീസ് ഒന്ന് വീഴുവോ അവിടെ വരെ, താഴെ വരെ? ഒന്ന് കറക്കി. ഇതിൻ്റെ
ഇതിൻ്റെ പേര് മനു. ഓക്കെ, ഇതാണ് ആക്ച്വലി ഏറ്റവും ചെറിയ ആന, 8 വയസ്സ്. ഞാൻ വരാന്ന് കൂടെ വരാം. അരണ്യ, ഇത് 4 വയസ്സല്ലേ ഉള്ളൂ ഇതിന്. ഫുൾ ഡാൻസ് ആണ് ബാക്കിലുള്ള. സോ നമ്മളിപ്പം എല്ലാ ആനകളൊക്കെ കണ്ടു. നല്ല വെയിലാണ്, അപ്പം കുറച്ച് ടയേർഡായി. പക്ഷെ നമുക്ക് കുറേ ആനകളൊക്കെ കാണാൻ പറ്റി. ആൻഡ് ഈ സ്ഥലം എന്ന് വെച്ചാൽ ഭയങ്കര വെൽ മെയിൻറ്റെയിൻ, ഭയങ്കര ക്ലീനാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ അങ്ങനെ വന്നിട്ടില്ല. ദിസ് ഇസ് എ വെരി ഫസ്റ്റ് ടൈം. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ ആരെങ്കിലും ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ, ഇഫ് യു ലൈക്ക് ഇങ്ങനെ ആനിമൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് ദിസ് പ്ലേസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടുന്ന് വെള്ളം വാങ്ങിക്കണം. വെള്ളം വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പ് ലഞ്ച്. എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലായിരിക്കും. സോ ഇനി നമുക്ക് ലഞ്ചിൻ്റെ സ്ഥലത്ത് പോയിട്ട് കാണാം. ഭയങ്കര വെയിൽ. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ നെട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ചോറും പിന്നെ ബാക്കി കൂട്ടാനുള്ള കറിയും പിന്നെ ഫിഷിന് വേണ്ടിയാണ് ഇവിടെ ഫേമസ്. ഇതാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഫോർ ലഞ്ച്. ബെസ്റ്റ് ഫുഡ് എവർ. സോ ഞാനിപ്പോൾ നിൽക്കുന്നത് പേച്ചിപ്പാറ ഡാം അവിടെയാണ്. സോ ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, ബോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടെ ബോട്ടിംഗ് ഒന്നും ഇല്ല. ബിക്കോസ് കുറച്ച് റഫാണ്, വാട്ടർ കുറച്ച് റഫായതുകൊണ്ട് ഇപ്പം ബോട്ടിംഗ് സേഫ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല. പക്ഷേ ദ പ്ലേസ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലെയാണ് ഇവിടുത്തെ ആ മൗണ്ടൻസും വെള്ളവും ഒക്കെ നമ്മൾ കാണുമ്പോൾ. സോ ഐ വിൽ ഷോ യു ദ പ്ലേസ്.
Yeah, that's what. സോ ഇപ്പോൾ നമ്മളൊരു മൂവി കാണാൻ വന്നിരിക്കുകയാണ്. മാർക്കോസ്. മാർക്കോ ഭയങ്കര ഒരു വയലൻറ്റ് മൂവിയാണെന്നാണ് റിവ്യൂസ്. തുടങ്ങിയിട്ടില്ല, ഇപ്പം തുടങ്ങും 5 മിനിറ്റ്. അപ്പോൾ ബാക്കി ആ മൂവി കണ്ടിട്ട് പറയാം എങ്ങനെയുണ്ട്. സിനിമ കണ്ട് ഇറങ്ങി. I wouldn't recommend this movie for light-hearted people. അയ്യോ ഭയങ്കര ഗ്രൂസായിരുന്നു. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് എ വെരി ഡിഫറെൻറ്റ് ഒരു ജോണർ ആണ്. ലൈക്ക് നമ്മൾ മലയാളം മൂവിയിൽ ഇതുവരെ കാണാത്ത പോലത്തെ മലയാളം ഇൻഡസ്ട്രിയിൽ ആക്ച്വലി ഇങ്ങനത്തെ ഒരു മൂവി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ജോൺ വിക്കിൻ്റെ ഒക്കെ ഒരു റിസംബ്ലൻസ് പോലെ ഉണ്ടായിരുന്നു. ബട്ട് നോട്ട് അറ്റ് ഓൾ റെക്കമെൻഡഡ് ഫോർ ലൈറ്റ്-ഹാർട്ടഡ് പീപ്പിൾ. ബട്ട് യാ, എനിക്ക് ഇതിൻ്റെ ആക്ഷൻ സീക്വൻസസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഇതൊരു തിയേറ്റർ വാച്ച് മൂവിയാണ്. ബിക്കോസ് നമ്മുടെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ ഇത് കുറേ സെൻസർ ചെയ്ത് മാറ്റും. അതുകൊണ്ട് തിയേറ്റർ വാച്ചാണത്. യാ, കണ്ടിറങ്ങിയിട്ട് ഫുൾ ടെൻഷൻ. ബിക്കോസ് ഭയങ്കര വയലൻസ് ആയിരുന്നല്ലോ. ബട്ട് ഐ തിങ്ക് യുനോ it's actually worth watching in the theaters. How was the movie? So first thing, I would never recommend this to any kids. Yeah. 18 plus. Yeah, adults only. Okay, it's really violent, and I think it's something never tried in Indian cinema. That's right. This violent actually. Kill was actually explicit ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അതെ, kill was ഇതുപോലെ ആയിരുന്നു. പക്ഷെ I would say this is more. Actually first half was അത്രയ്ക്ക് ഇല്ലെങ്കിലും പക്ഷെ സെക്കൻഡ് ഹാഫ് നല്ലൊരു വയലന്റ് മോഡ് തന്നെ അങ്ങ് ആയി. സെക്കൻഡ് ഹാഫ് ആണ് ആക്ച്വലി worth it. So it's actually not for the faint-hearted. Not at all. But I would say the cinematography is really great. I think the dialogue delivery should have been much better. That is one thing that like story line നമ്മൾ ആക്ച്വലി കണ്ടിട്ടുള്ളതാണ്. But the action, with the dialogue delivery, I think it would have been much better. But other than that, I think it's. But it's actually the actions are like top notch. നമ്മൾ actually ഇത്രയും action like I would say like it's top notch. Actions എല്ലാം നല്ല top notch ആണ്. So I would definitely recommend it to watch it. I wouldn't recommend it actually because in the sense, for adults actually you can go ahead and watch, but please don't bring your children. Keep them at home. Never bring your children. They can't bring, no, because എന്തായാലും 18 plus തന്നെ വരാൻ പറ്റത്തുള്ളൂ. No, like, but please don't bring first of all. വേറെ സോ മൂവി കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. സോ ഐ തിങ്ക് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാം. ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് യു ലൈക്ഡ് ഓൾ ദി പ്ലേസസ് ദാറ്റ് ഐ വിസിറ്റഡ്. പിന്നെ നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഫ്രം ട്രിവാൻഡ്രം, യു ഷുഡ് നോട്ട് മിസ് പേച്ചിപ്പാറ ഡാം. അത് ആക്ച്വലി ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെ എന്തായാലും പോകണം. ആൻഡ് ഓൾസോ ട്രൈ ബീഫ് ചില്ലി ഫ്രം ബ്ലാക്ക് ടീ. ഇറ്റ്സ് റിയലി ഗുഡ്. ബീഫ് ചില്ലിയും പൊറോട്ടയും അത് ഒരു മസ്റ്റ് ട്രൈ ആണ്. സോ ഐ ഹോപ്പ് യു ലൈക്ഡ് ദിസ് വ്ളോഗ് ഓഫ് മൈൻ. So see you in my next video. Till then, take care. Bye bye.